റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. ലീഗ് മന്ത്രിമാർ ഉപജാപകങ്ങളുടെ പിടിയിലായെന്നാണ് വിമർശനം. പാർട്ടിയെ ധിക്കരിച്ചാണ് മന്ത്രിമാർ മുന്നോട്ടു പോകുന്നത്. മന്ത്രി കെ.എം. ഷാജി മുൻപ് നടത്തിയ പ്രസംഗങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും പുറകോട്ടുപോയി. ലീഗ് യുവ MLA-മാർ പ്രവർത്തകരെ തിരിഞ്ഞു നോക്കുന്നില്ല. കോൺഗ്രസ് MLA-മാർ നൽകുന്ന പരിഗണന പോലും പല മണ്ഡലങ്ങളിലും ലഭിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് മർദ്ദനമേറ്റവരെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലേക്ക് പരിഗണിച്ചില്ലെന്നും വിമർശനം. മുബഷിർ അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, ലീഗ് മന്ത്രിമാർക്കും യുവ ലീഗ് MLA-മാർക്കുമെതിരെ രൂക്ഷ വിമർശനമാണോ യൂത്ത് ലീഗിൽ ഉയരുന്നത്? അതെ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഭാഷാ സമര ഹാളിൽ ചേർന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിലാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകരെ ദീർഘകാലമായിട്ട് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് മർദ്ദനമേറ്റ ആളുകളെ പരിഗണിക്കുന്നില്ലെന്ന പരാതിയുണ്ടായിരുന്നു. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും ആ ഒരു വിഷയത്തിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് മന്ത്രിമാർ ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് യൂത്ത് ലീഗ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ യൂത്ത് ലീഗ് മണ്ഡല കമ്മിറ്റികളുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്ത യോഗത്തിലാണ് എല്ലാവരും സമാനമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കെ.എം. ഷാജി മുൻപ് പ്രതിപക്ഷത്തായിരുന്ന സമയത്താണെങ്കിലും അതിനു മുൻപ് MLA ആയിരുന്ന സമയത്താണെങ്കിലും സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹം പല വിഷയങ്ങളിലും പറഞ്ഞിരുന്ന പ്രസംഗങ്ങൾ, അതിൽ നിന്നൊക്കെ തന്നെ മന്ത്രിയായതിനു ശേഷം പിറകോട്ട് പോയി എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. കെ.എം. ഷാജിയുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതിയിലെ വിവാദവും അതോടൊപ്പം തന്നെ PM3 പദ്ധതിയിലെ ന്യായീകരണം ഉൾപ്പെടെ യൂത്ത് ലീഗിന് വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഷാജിയെ പോലെ, ഷംസുദ്ദീനെ പോലെയുള്ള ആളുകൾ മന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുക എന്ന ചോദ്യമാണ് യൂത്ത് ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ചില യുവ MLA-മാർ, പുതിയ MLA-മാർ ലീഗിന്റെ പ്രവർത്തകരെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ഗുരുതരമായ പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ MLA-മാർ നൽകുന്ന പരിഗണന പോലും ഈ ലീഗിന്റെ പുതിയ MLA-മാർ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. പല പരിപാടികൾ പാർട്ടി തലത്തിൽ തന്നെ സംഘടിപ്പിക്കുമ്പോഴും ഈ MLA-മാർ ഏറെ വൈകിയാണ് അവിടെ എത്തിച്ചേരുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ PM3 പദ്ധതിയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആശങ്ക ദൂരീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഈ പ്രവർത്തക സമിതിയിൽ. ഓക്കെ, താങ്ക് യു മുബഷിറാണ് വിവരങ്ങൾ നൽകിയത്.